ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം: നീ അഗ്നി കൊളുത്തുന്ന വ്യക്തിയാണോ, അഗ്നി കെടുത്തുന്ന വ്യക്തിയാണോ? രണ്ടിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ. നിനക്ക് വേണമെങ്കിൽ അഗ്നി ഇടുന്നവൻ അഗ്നി കൊളുത്തുന്നവനായി മാറാം, വേണമെങ്കിൽ അഗ്നി കെടുത്തുന്നവനായി മാറാം. രണ്ട് ഗണം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ അവരിങ്ങനെ തീയിട്ട് നശിപ്പിക്കുന്ന ആ പ്രവണതയുള്ള വ്യക്തികൾ. വേറെ ചിലരെ കാണാൻ സാധിക്കും, എവിടെയെങ്കിലും ഒരു അഗ്നി കണ്ടാൽ വേഗം ചെന്ന് അത് കെടുത്താൻ നോക്കുന്നവർ. ഒരു കൂട്ടർ കെടുത്താൻ നോക്കുന്നവർ, മറ്റൊരു കൂട്ടർ വേണമെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആ തീ അത് വളർത്താൻ നോക്കുന്ന ആ ഒരവസ്ഥ. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരവസ്ഥയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അഗ്നിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ എല്ലാ വർഷവും നമ്മൾ കേൾക്കാറുള്ളതാണ് കാലിഫോർണിയ, അമേരിക്കയിലെ കാലിഫോർണിയ വൈൽഡ് ഫയർ. വേണേൽ ചെറിയൊരു സ്പാർക്ക്, ഒരു തീപ്പരി അതെവിടെയെങ്കിലും വീണ് അവിടെ കത്തുന്നത് ആരംഭിച്ചിട്ട് അവിടെ നിന്ന് പടർന്ന് ഏക്കർ കണക്കിന് 4000 ഏക്കർ 5000 ഏക്കർ വനം കത്തി, പിന്നെ അതിൻ്റെ തീ പിടിച്ച് ചില സബ് ഡിവിഷനും വീടുകളും അങ്ങനെ കെട്ടിടങ്ങളും ഒക്കെ നശിച്ചതായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. കഴിഞ്ഞ വർഷവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഈയിടെ നമ്മൾ കേൾക്കുണ്ടായി തൃശ്ശൂർ അവിടെ ബൈക്കുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു സ്പാർക്ക് ഉണ്ടായിട്ട് ഇലക്ട്രിക്കൽ പോസ്റ്റിൽ നിന്ന് സ്പാർക്ക് വന്നിട്ട് തീ പിടിച്ച് ആ തീ പിന്നെ വ്യാപിച്ച് ആയിരക്കണക്കിന്, ഏതാണ്ട് 5000-6000 ബൈക്കുകൾ കത്തി അത് പുകയായിട്ട് മുകളിലേക്ക് ഉയരുന്നത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ഒരു സ്പാർക്കിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത്ര ചെറിയ കാര്യമല്ല എന്നുള്ളത് ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് നന്മയുടെ ഒരു സ്പാർക്കായിട്ട് മാറാൻ പറ്റും, തിന്മയുടെ ഒരു സ്പാർക്കായിട്ട് നമുക്ക് മാറാൻ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം ഇത് വേർതിരിച്ച് കാണുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ പറയപ്പെട്ടിരിക്കുന്നത് നന്മയും തിന്മയും ഒരേ വായിൽ നിന്ന് വരാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് വരുന്ന ആക്ഷൻസ്, പ്രവൃത്തികൾ, ഊതുന്നതും തുപ്പുന്നതും. ഇനി ഊതിയാൽ സംഭവിക്കുക തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ സംഭവിക്കുന്നത് അത് കെട്ടുപോകും. നമുക്ക് വേണമെങ്കിൽ നന്മ വളർത്തുന്നവരോ നന്മ കെടുത്തുന്നവരോ ആയി മാറാൻ പറ്റും. തിന്മ വളർത്തുന്നവരോ തിന്മ കെടുത്തുന്നവരോ ആയി മാറാൻ പറ്റും. രണ്ടിനും ഉള്ള സാധ്യത നമുക്കുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കാണാൻ സാധിക്കും ഒരു കത്തിയെക്കുറിച്ച് പറയുമ്പോൾ കത്തി അതിൽ തന്നെ നല്ലതോ ചീത്തയോ അല്ല. നമുക്കറിയാലോ, കത്തി കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വേണേൽ ഒരു ആത്മഹത്യ പരിശ്രമം നടത്തിയ വ്യക്തിയെ കണ്ടിട്ട് ഒരാൾ ഓടിച്ചെന്ന് ഒരു കത്തിയും കൊണ്ട് ആ കയറ് കണ്ടിച്ചു വിട്ടു. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യമായിട്ട് അതിനെ കാണാൻ പറ്റും. അതേ കത്തി കൊണ്ട് വേറൊരാൾക്ക് പോയി ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലാൻ പറ്റും. ആ കത്തി കൊണ്ട് ചെയ്തത് വളരെ ഹീനമായ നീചമായ ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ അഗ്നി, നമുക്ക് വേണമെങ്കിൽ അഗ്നി കൊണ്ട് വെള്ളം തിളപ്പിക്കാം, ഭക്ഷണം പാകം ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ ചിലയിടത്തൊക്കെ അവർ ഹീറ്റിംഗ് സിസ്റ്റം, അത് പൈപ്പിലൂടെ തിളച്ച വെള്ളം അത് വിട്ടാണ് അതിൽ നിന്നും റൂം ഹീറ്റാകുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ അഗ്നി കൊണ്ട് നാശം വിതയ്ക്കാം. അയലോക്കംകാരൻ്റെ കൃഷിഭൂമി മനഃപൂർവ്വം കത്തി നശിപ്പിച്ച സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ, ഒരു മിഷണറിമാരുടെ ഒരു കുടുംബത്തെ പച്ചയ്ക്ക് കത്തിച്ച് ചാരമാക്കിയ സംഭവം. ഇനി എരിയുന്ന അല്ലെങ്കിൽ അഗ്നികുണ്ഡത്തിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചെറിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തുമാത്രം വെള്ളമുണ്ട്, പക്ഷെ എങ്കിൽ പോലും അവർ മരിക്കാൻ അത് മതി. അഗ്നി അതുപോലെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട ആള് കത്തി മരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ അഗ്നി കൊണ്ട് നല്ലതും ചെയ്യാം, അതുപോലെ തന്നെ ഹീനമായ മോശമായ ക്രൂരമായ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സാധാരണ അഗ്നി പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്മ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരും, ഒരുപാട് നന്മ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ ഈ അഗ്നി നമ്മളിൽ ജ്വലിച്ചു നിൽക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുക.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ തീനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നതിനെക്കുറിച്ച് നമുക്ക് അറിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 2:5 വായിച്ചാൽ അഗ്നിക്ക് ശുദ്ധീകരണം നടത്താൻ പറ്റും. സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, അതുപോലെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. ഇനി ഈ ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തികൾക്കാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ചില വ്യക്തികൾക്ക് അതിഭയങ്കരമായിട്ടുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ ഒരമ്മയും 7 മക്കളും 2 മക്കവായർ 7-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ആത്മാവ് അവരുടെ ഉള്ളിൽ ജ്വലിച്ച് നിന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ അവർക്ക് കടന്നു പോകാനായിട്ട്, ശാന്തമായി കടന്നു പോകാൻ അവർക്ക് സാധിച്ചത്. ലൂക്കാ 12:49 വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വന്നത് തീയിടാനാണ്, ഞാൻ വന്നത് അഗ്നി ഇറക്കാനാണ്. അത് എത്രയും വേഗം സംഭവിച്ചിരുന്നെങ്കിൽ. ഇത് സൂചിപ്പിക്കുന്നത് ഒരു വൈൽഡ് ഫയർ അല്ല, ഇത് സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്ന ആ ഒരു സ്നാനം, അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യെശയ്യാ 9-ാം അധ്യായം 18-ാമത്തെ വചനം, 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനമൊക്കെ എടുത്താൽ ഒരു അഗ്നി വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് മുള്ളുകളും മുൾച്ചെടികളും എല്ലാം കത്തി നശിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ ഇതുപോലെ പാപത്തിൻ്റെ മുള്ളുകൾ, മുൾച്ചെടികൾ അതെല്ലാം കത്തിച്ചാരമായിക്കൊള്ളും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജോയൽ 2-ാം അധ്യായം 28 മുതൽ വായിക്കുമ്പോൾ അവസാന നാളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകും, എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങൾ ഉണ്ടാകും, രക്തവും അഗ്നിയും ധൂമപടവും. ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ആത്മാവ് ഉള്ളിൽ ജ്വലിക്കുന്നവർ യേശുവിനെ പോലെ ഭൂമിയിൽ തീയിടും. അതിന് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കണം. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ ഒരുപാട് നന്മ തീയിടും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് കാരണമായി മാറും. അവിടെയാണ് ഒരുപാട് നവീകരണം സംഭവിക്കുക, നന്മകൾ വരിക, തിന്മകൾ വഴിമാറിപ്പോവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 തീമോത്തി 1-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ ഇതിനുണ്ടാകേണ്ട ഒരു കാര്യം, എൻ്റെ ഉള്ളിലെ ആത്മാവിനെ, എൻ്റെ ഉള്ളിലെ അഭിഷേകത്തെ ഞാൻ ജ്വലിപ്പിക്കണം. അങ്ങനെ ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ജ്വലിപ്പിക്കാൻ അത് എന്നെ സഹായിക്കും. നമുക്കറിയാലോ, നല്ലൊരു തടി, കാതലുള്ള ഒരു തടി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പച്ചല അല്ലെങ്കിൽ ചുള്ളിക്കമ്പ് അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കത്തും എന്ന് പറഞ്ഞ പോലെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്നെങ്കിൽ മറ്റുള്ളവരെ ജ്വലിപ്പിക്കാൻ, ആത്മീയ ചൂട് പിടിപ്പിക്കാനായിട്ട് അത് നമ്മെ സഹായിക്കും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ഏജൻ്റായിട്ട് മാറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.